സി നമ്മളെ 24th ക്വസ്റ്റ്യൻ. 24th ക്വസ്റ്റ്യനും നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ അല്ലേ, അല്ലെങ്കിൽ ഡ്വൽ നേച്ചർ ഓഫ് മാറ്ററിൽ നമ്മൾ പഠിച്ചൊരു ഒരു കോൺസെപ്റ്റാണ്. If the total energy transferred to a surface in time t is 6.48 into 10 raised to 5, then the magnitude of momentum delivered to the surface for complete absorption. അല്ലേ, മൊമെൻറ്റം ഡെലിവേർഡ് കംപ്ലീറ്റ് അബ്സോർപ്ഷൻ ആണെങ്കിൽ E/c എന്നാണോ, അല്ലേ, കംപ്ലീറ്റ് റിഫ്ലക്ഷൻ ആണെങ്കിൽ 2E/c എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അല്ലേ, അപ്പോൾ കംപ്ലീറ്റ് അബ്സോർപ്ഷൻ അല്ലേ ഇവിടെ കേസ്. അപ്പോൾ കംപ്ലീറ്റ് അബ്സോർപ്ഷൻ ആണെങ്കിൽ മൊമെൻറ്റം ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത് E/c ആണ്. ആ എനർജി 6.48 into 10 raised to 5 ആണ്. ഡിവൈഡ് ബൈ സി എന്ന് പറയുന്നത് 3 into 10 raised to 8 ആണ്. അപ്പോൾ നമുക്ക് 6.48 by 3 into 10 raised to -3 എന്ന് വരും. ഇത് അപ്രോക്സിമറ്റ്ലി 2 point something അല്ലേ, 2.16 into 10 raised to -3 എന്ന ആൻസർ വരും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ് വരുന്നത്. 2.16 into 10 raised to -3. ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് നമ്മളൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചതാണ്.